മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ അറബിക്കടലിൽ ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല. ഈ ചില വാചകങ്ങളുടെ പ്രയോഗം വെച്ചിട്ട് ഒരു സർക്കാരിന്റെ ഒരു സാധനത്തെ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് അറബിക്കടലിൽ എറിയുന്ന പറഞ്ഞാൽ പിറ്റേന്ന് കൊണ്ടേറ്റ് ബുക്ക് എറിഞ്ഞാൽ പോരല്ലോ. ഇതിന്റെ നടപടിക്രമങ്ങളില്ലേ? അപ്പൊ ആ പ്രയോഗത്തെ എടുത്തിട്ട് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇടുന്ന മാതിരി നിങ്ങൾ ചോദിക്കരുത്. അതിനൊക്കെ അതൊക്കെ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ PMC ക്ക് എതിരാണെന്നാണ്. ഞങ്ങൾ പറഞ്ഞതിന് നിസ്സാരക്കല്ലട്ടാ, ഞങ്ങൾ അതിനെതിരാണെന്ന അർത്ഥം. ആ എതിരാ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുന്നതോടുകൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാവുമെന്നെങ്ങനെ പറയാ? ശരിയല്ല. PMC യെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു പോളിസി ആയിട്ട് തന്നെ പറഞ്ഞു, കേന്ദ്രവുമായിട്ടുള്ള ഐഡിയോളജിക്കലി ചില പ്രശ്നങ്ങളുണ്ട്. അതിൽപ്പെട്ടാണ് PMC എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സിലബസിലേക്ക് നമ്മളെ കുട്ടികളെ ഒരു ഐഡിയോളജി കൊണ്ടുവരിക, എന്നിട്ട് ഗാന്ധിജിയെ കുറിച്ച് മറക്കുക, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കാന്നൊക്കെ പറയുന്നതിന് ഞങ്ങളെ വിയോജിപ്പ്. നിങ്ങൾ കേട്ടില്ലേ? ഇയാൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? ഈ കോൺഗ്രസ് ഈ പറയുന്ന PMC ഒക്കെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും തന്നെ ഈ ഗാന്ധിജിയെ ഒന്നും എന്തൊക്കെയോ ആക്കിയോ? എന്റെ ലളിതമായ ചോദ്യ, ഇവിടെ ഗാന്ധി ഗാന്ധി എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഇയാളൊക്കെ ഇതെന്ത് വിളിച്ചു പറഞ്ഞാലും ബോധമുള്ള സകല മലയാളികൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവില്ലേ ഇയാളുടെ ഇന്നലകളിലെ പ്രസംഗങ്ങൾ എന്തൊക്കെയാ? മതമാണ് മതമാണ് മതമാണ്, സമുദായത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്, സമുദായത്തിന് നഷ്ടപ്പെട്ട 9.5 വർഷക്കാലം വീണ്ടെടുക്കാൻ ഇത്തരം എത്ര പ്രസംഗങ്ങള് ഈ KM ഷാജിയൊക്കെ നടത്തിയിട്ടുണ്ട്. ആ KM ഷാജിയൊക്കെ ഒരു മന്ത്രിയായിട്ട് രംഗത്ത് വരുമ്പോ PMC ഒക്കെ എതിരെ അല്ലാതെ അനുകൂലമായിട്ട് എന്തെങ്കിലും പറയോ? അത് ഗാന്ധിജിയുടെ അതീതി എന്നൊക്കെ പറയാൻ നാണമില്ല എന്നാണ് ലളിതമായ ചോദ്യം. കാരണം മറ്റൊന്നുമല്ല, മറ്റെല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ PMC നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPIയും പോപ്പുലർ ഫ്രണ്ടും പിന്തുണയ്ക്കുന്ന നമ്മുടെ കേരളത്തിലെ UDF സർക്കാർ മാത്രമാണ് PMC നടപ്പിലാക്കാത്തത്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് കേരള ജനതയൊക്കെ തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇതൊക്കെ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ PMC എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വികസിത രാജ്യം എന്നതിലേക്ക് നമ്മുടെ ഭാരതത്തെ 2047 എത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് PMC പദ്ധതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് അവിടെ വരുന്ന സാധാരണ വിദ്യാർത്ഥികളുടെ വളരെ വലിയ രീതിയിലുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ രാജ്യത്തെ പുതുതലമുറക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. പണമുള്ളവൻ മാത്രം അന്താരാഷ്ട്ര വിദ്യാഭ്യാസം നേടിയാൽ പോരാ, മറിച്ച് സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നവർക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അതിനുവേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്തുടനീളം PMC പദ്ധതി നടപ്പിലാക്കുക, കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട്. ആ PMC പദ്ധതിക്കെതിരെയാണ് ഗാന്ധിജി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഉളുപ്പില്ലാതെ KM ഷാജിയെ പോലെയുള്ള ആളുകൾ രംഗത്തെത്തുന്നത്. സകല മലയാളികളും തിരിച്ചറിയുക, ഇവിടെ മുസ്ലിം ലീഗ് മതവർഗീയ പാർട്ടിയായിട്ടുള്ള ലീഗ് ഉള്ളത് കൊണ്ടാണ് PMC നടപ്പിലാക്കാത്തത്. നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ഉള്ളത് കേരളത്തിൽ മാത്രമല്ല എന്ന് എങ്ങനെയാണ് ഈ മന്ത്രിയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ഏറ്റവും ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളാണ്. ആ 3.5 കോടി ജനങ്ങളിലേക്കാൾ അധികം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലേ? രാജ്യത്തുടനീളം PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലേ? ഇവിടെയൊക്കെ ഗാന്ധിജി ഇല്ലേ? ഇവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങളില്ലേ? ഇവിടെ എന്ത് പ്രശ്നമാണ് PMCക്ക് എന്നാണ് ഈ വിളിച്ചു പറയുന്നത്? കേന്ദ്രത്തെ എതിർക്കണം, കേന്ദ്രം എന്ത് ചെയ്താലും അതെന്തോ ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരെ ഭയപ്പെടുത്തണം. അത് മുതലെടുത്ത് കാലാകാലം സമുദായത്തെ വിറ്റ് തിന്ന് ജീവിക്കണം. അതാണ് ഇതിനെയൊക്കെ എതിർക്കുന്നതിന്റെ ആകെ തുക എന്ന് പറയുന്നത്. അതിലപ്പുറമൊന്നും ഒരു ഉണ്ടയും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. പിന്നെ KM ഷാജി അറബിക്കടലിലേക്കൊക്കെ
കേന്ദ്ര പദ്ധതിയൊക്കെ എറിയുമെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരക്കേടിനോടൊക്കെ പറയാനുള്ളത് അന്നത്തെ മുസ്ലിം ലീഗ്, അതായത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിച്ച മുസ്ലിം ലീഗിന്റെ ബാക്കി പത്രാണല്ലോ ഇന്ന് നമ്മൾ ഈ കാണുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കപ്പനായിട്ടുള്ള അന്നത്തെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിച്ച മുസ്ലിം ലീഗ് ഒന്നുകൂടി ഇവിടെ വന്നാലും രാജ്യത്തെ കേന്ദ്ര സർക്കാർ പദ്ധതിയെയൊന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നുള്ളത് KM ഷാജിയും കൂട്ടരും ഒക്കെ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോളൂ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. രാജ്യത്തൊരു പദ്ധതി നടപ്പിലാക്കുമ്പോ കേരളത്തിൽ മാത്രം ഞങ്ങൾ അത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്നതിൽ മറ്റു പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മലയാളികൾ വിവേകത്തോടെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇത്തരം ലീഗ് നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത് എന്നുള്ളതാണ് വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപ വരുന്നതിനെ തടയുന്നത് എത്ര വലിയ നീതികേടാണ്. ഒരു വർഗീയ മത പാർട്ടി UDF-നൊപ്പം ഉണ്ട് എന്നതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി സകല മതത്തിൽപ്പെട്ട ആളുകൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിലേക്ക് വരുന്ന പണത്തെ എന്തിനെതിർക്കണം? എന്തുകൊണ്ട് എതിർക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനെ എതിർക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ഈ ഭരണകൂടങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെയുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ, അവിടെയുള്ള കോൺഗ്രസ് സർക്കാരുകൾക്ക് ഒന്നും തന്നെ ഈ ഗാന്ധിജി ഒന്നും വേണ്ടേ? ഇവിടെ ഇവര് പേരിന് ഗാന്ധിജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണല്ലോ വിളിച്ചു പറയുന്നത്. അപ്പൊ ലളിതമായ ചോദ്യമാണ്, നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾക്ക് ഇവർ ഈ പറയുന്ന ഗാന്ധിജി വേണ്ടേ? ഇവർ ഈ പറയുന്ന സിലബസിലെ പ്രശ്നങ്ങൾ പ്രശ്നമല്ലേ? ലളിതമായ ചോദ്യം. അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലേത് പോലെയല്ലാതെ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ UDF-നെ നിയന്ത്രിക്കുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, മതവർഗീയ പാർട്ടിയായിട്ടുള്ള ലീഗ്, SDPI LDF-നൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിലുള്ള കുറച്ച് നേതാക്കന്മാരെ LDF-നൊക്കെ കൈ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അവരുടെയൊക്കെ സകല പ്രവർത്തകരുടെയും വോട്ട് UDF-ലേക്കാണ് പോയത്. കാരണം മറ്റൊന്നല്ല, UDF-ന്റെ ഈ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയൊക്കെ രംഗത്തെത്തിയിട്ട് SCPI മതേതര പാർട്ടിയാണ് എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഈ കേരളം കഴിഞ്ഞാൽ ഈ പറയുന്ന SCPI-യും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും സകലരും ഒരുമിച്ചൊറ്റക്കെട്ടല്ലേ. UDF-ന്റെ ഭരണം നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കേന്ദ്ര സർക്കാർ തരുന്ന കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കാതെ ഒഴിവാക്കുന്നത് എന്ന് സകല സാധാരണക്കാരും തിരിച്ചറിയണം. ഈ ലീഗിന്റെയൊക്കെ വർഗീയത കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ, സാധാരണ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ ഇല്ലാതെയാക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഈ വർഗീയ പാർട്ടിക്കൊക്കെ വോട്ടു ചെയ്ത ലീഗ് ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് വോട്ട് കൊടുത്തതിൽ ഇപ്പോ കേരള ജനത ലജ്ജിക്കുന്നുണ്ടാവും.